ഈ ന്യൂക്രിസ്റ്റൽ എന്ന് പറഞ്ഞ സാധനം നമ്മളെ പറക്കിൽ നമ്മളത് മാത്രമേ കഴിച്ചിട്ടുള്ളൂ. വേറെ കഴിച്ചിട്ടുള്ളത്. ഇനി അതല്ലെങ്കിൽ വെയിറ്റ് ചെയ്യാൻ കഴിയാത്തവർക്ക് എന്ത് ചെയ്യുക, 3 കൊല്ലം കാത്തിക്കണ്ട. നിങ്ങൾ പറഞ്ഞ ഈ ക്ലോറിന് നേരെ ലേസം 1/2 ലിറ്റർ ഈ സോപ്പ് നിർമ്മാണ കിറ്റ് സാധനം കിട്ടും. 5 ലിറ്ററിന് 70 ഉറുപ്പ്യ വരുള്ളൂ. അതൊരു 1/2 ലിറ്റർ മതി ഒരു മരത്തിന്. ഒരു 5-3 ലിറ്റർ വെള്ളത്തിൽ കലക്കി ഞാൻ ചോട്ട് വെച്ച് കൊടുത്തോളി. ഈ മഴക്കാലത്ത് കായ് ഉണ്ടായി വരുന്ന ആളുടെ ടൈമും അതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്ത് പൊട്ടിച്ചൽ കഴിയും. ശരിക്ക് എല്ലാ ആൾക്കാരും നമ്മൾ വന്നാലും എല്ലാവരും വില പറിച്ചിൽ തുടങ്ങിയത്. മറ്റേത് സാധാ ഒരു റേഞ്ച് അവന് തോന്നി ചിലപ്പോൾ 200 നിൽക്കുന്ന സാധനം ചിലപ്പോൾ വേറെ ആരും വന്നാൽ 500 നിൽക്കും 600 നിൽക്കും. അങ്ങനത്തെ അതേനു. നമ്മളാണ് ഇപ്പോൾ അതിൽ എന്തായാലും വില ഇത്ര എന്നുള്ള സ്റ്റാർട്ടിങ് പ്രൈസ് നമ്മളാണ് കൊടുക്കുന്നത്. ഏതാണ്ട് നമ്മുടെ ബ്ലാക്ക് ലീഫ് മൂപ്പാവണുള്ള പൊട്ടിച്ചാനായിട്ടില്ല എങ്കിലും ഇതൊക്കെ അത് ഇതാണ് ഇപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ഇപ്പോൾ കഴിച്ചാൽ മൂപ്പായത്. അതായത് മുന്തിരി കൊലം വരെയല്ല കഴിച്ചത്. ഇങ്ങനത്തെ ഇത്ര എളുപ്പത്തിൻ്റെ മുന്തിരി കമ്പോഡിയ മുന്തിരി കൂടി ഇത്ര ഇങ്ങനെ ഇതിലുണ്ടായിട്ടുണ്ടാവില്ല. ആ കാലത്ത് നമുക്ക് അവിടെ ഒക്കെ ഒന്ന് കാണിക്കാം. അപ്പോൾ ഇതാണ് ഏറ്റവും നല്ല ബ്ലാക്ക് ലീഫ് നല്ലതെന്ന് നമ്മൾ പറയണ്ടേ. ഇനിയിപ്പോൾ കെമിക്കലൊന്നല്ല. ഇനിയിപ്പോൾ അഥവാ ഞാൻ ധൃതി വേണ്ടവർക്ക് ഇപ്പോൾ ഇത്രയൊക്കെ വലുപ്പമായി നമ്മളിങ്ങനെ ആയത് ഇപ്പോൾ നമ്മൾ അട്ടപ്പാടി കൊണ്ടുപോയത്. നമ്മളന്ന് 100 കൊണ്ടുപോയത് അട്ടപ്പാടിയെ സെറ്റാക്കിയിട്ടുണ്ട്. അതിന് ധൃതി വേണ്ടവർക്ക് എന്ത് ചെയ്യാം, ഞാൻ പറഞ്ഞ ക്ലോറിൻ അല്ലെങ്കിൽ ഒരു സോപ്പും കഷ്ണമോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ആ സോപ്പ് നിർമ്മാണ കിറ്റിൽ നിന്ന് വാങ്ങി അതിനൊരു 5 ലിറ്ററിന് സാധനം വാങ്ങിക്കാണ്ട് ചോട്ടക്ക് എന്ത് ചെയ്താൽ മതി, 1/2 ലിറ്റർ ഒരു 3 ലിറ്റർ വളർത്ത് കലക്കിയിട്ടാണ് ഒഴിച്ചാൽ കൊടുത്താൽ മതി. അല്ല ഇഞ്ചക്ഷൻ ചെയ്യേ കുത്തിയൊക്കെ മരുന്നൊക്കെ ഒന്നുമല്ല. ഹായ് നമസ്കാരം. നൗഷാദ് പായമുള്ളൂർ. അത് എൻഫീൽ ചെയ്യാകണം കേട്ടോ. അതിലിപ്പോൾ നമ്മൾ 1-ാം വർഷക്കാനി നമ്മളെ പൈനാപ്പിളിൻ്റെ 1-ാം വർഷക്കാനി എത്തിയിട്ടുണ്ട്. നല്ല പുതിയ സ്റ്റോക്ക്. ഇതിനിപ്പോൾ നമുക്ക് ഒരു 300 പോയതാണ്. ഇതിൽ 300 ഒരു ഭാഗത്തുകൂടി പോകാണ്ട് വണ്ടി ബാക്കിയുള്ള ഉണ്ട് കേട്ടോ. 400 അല്ലേ? 400. ഇതിപ്പോൾ നമുക്ക് ഷിപ്പിങ്ങും കാര്യങ്ങളൊക്കെ പോസിബിൾ ആണ്. കൊറിയർ ചാർജ് ഉണ്ട്. കൊറിയർ ചാർജ് 100 റുപ്യ ആവുന്നുള്ളൂ. ഇതിന്റെ പ്രത്യേകത എന്താ വരുന്നത്? ഇത് കറക്റ്റ് 6 മാസം കൊണ്ട് ഇതാവും. വലിയ ചക്ക നല്ല മധുരക്കാരം. നല്ല മധുരം മുള്ളുള്ളതാണ് കേട്ടത്. മുള്ളുള്ള ടൈപ്പാണ്. മുള്ളുള്ളതാണ്. ചക്കല്ല വലുപ്പം ഉണ്ടാവും. നല്ല മധുരം ഉണ്ടാവും. നാടൻ ചക്ക മാതിരിയല്ല, നല്ല മധുരം ഉണ്ടാവും. സ്വർണ്ണമുഖി 1 50 റുപ്യാണ്. നമ്മളെ കിൻഡൽ നേന്ത്ര ഉണ്ട് 30 റുപ്യ കേട്ടോ. സാധാ നേന്ത്ര മഞ്ചേരികളിലൊക്കെ 400 വരുന്നുണ്ട്. അപ്പോൾ പുലാസാൻ കായ പിടിച്ച വലിയ പുലാസാനാണ്. വലിയ കായ പിടിച്ചത് കുറച്ച് വില ഉണ്ട്. ഇത് 7 റുപ്യ ഉണ്ട്. അതിന് ചെറുതുകൊണ്ടൊക്കെ പൂട്ടന്നെ 3000 വേണമെങ്കിൽ ഒരു ഷോട്ട് വേറെ ഇടാം. ഇതിന് 7000 രൂപ വരുമല്ലേ? ഇത്രയും ഫ്രൂട്ടോട് കൂടിയുള്ളത്. നമ്മളെ വലിയ കായ്മുരിങ്ങ ഉണ്ടാവും. വലിയ മുരിങ്ങക്കായ് വലിയ നീളത്തിൽ വരുന്ന കായ്മുരിങ്ങ. ഈ സൈസ് ഡ്രമ്മിലല്ലെങ്കിൽ ഈ സൈസ് 600 ഉള്ളൂ. ഇത് ഡ്രമ്മിലായതുകൊണ്ട് ഡ്രമ്മിൻ്റെ ചാർജോടും കൂടി സാധനം വേറെ ഉണ്ട്. കവറിലുണ്ട്. ഈ സൈസ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഗ്രാഫ്റ്റാണ്, തയ്യല്ല. തയ്യ സാധാ നമ്മളെ 300 ഉണ്ട്. കമ്പോഡിയൻ മുന്തിരി കേട്ടോ. കമ്പോഡിയൻ 200 റുപ്യക്ക് വള്ളി കിട്ടിയത്. ഇത് നമ്മളവിടെ കാലാവസ്ഥയ്ക്ക് ഓക്കെയാണ്. അതെ, കുരുട്ടതല്ല വള്ളി. 200 രൂപ വരും അല്ലേ? 200 രൂപ. ഇതിൻ്റെയൊക്കെ റിസൾട്ട് നമുക്ക് എത്ര സമയം കൊണ്ടാ? വള്ളി നമുക്ക് 1 വർഷം വേണ്ട. കുരുട്ടതാകുമ്പോൾ 1.5-2 വർഷം വരുന്നുണ്ട്. റോസ്മേരി 1 ശരിക്കും 60 നമ്മളെ പുതിയ ഷോപ്പുകൾ ഓഫർ 400. നമ്മളെ പുതിയ ഷോപ്പിക്കുള്ള ഓഫർ സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്യല്ലേ? എങ്ങനെയൊക്കെയാണ് ഓഫർ കൊടുക്കുന്നത്? ഓഫർ നമ്മൾ റോസ്മേരി ശരിക്കും 1.60 ആയിരുന്നു. 300 വിറ്റിന് 400. അതിപ്പോ ഷോപ്പ് ഓപ്പണിങ്ങിന്റെ അന്നായിരിക്കും ഈ ഓഫർ ഒക്കെ അവർക്ക് കിട്ടില്ല. 5 ദിവസം കൊടുക്കേക്കും. ഓപ്പണിങ് മുതൽ 5 ദിവസം. ഇതാണ് അപ്പോൾ നമ്മളെ ബ്ലാക്ക് ലീഫ് പറഞ്ഞാൽ ന്യൂഗസ്റ്റൽ പറഞ്ഞാൽ നമ്മളിറക്കിയ ബ്ലാക്ക് ലീഫ്. അതായത് നമ്മൾ ബ്ലാക്ക് ലീഫ് പറഞ്ഞ ബുക്കിൻ്റെ ഇതാണത്. കറക്റ്റ് 2 വർഷം കഴിഞ്ഞോട് കൂടിയാണ് ഇപ്പോൾ അതായത് അത് ഇത്ര റിസൾട്ട് വരുന്നുണ്ടല്ലോ. ഇതെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ നമ്മൾ ഇതിലേറെ കായ പിടിച്ച് നമുക്ക് അവിടെ കാണിക്കാണ്ട്. കായ അതായത് ഫുള്ള് ഇതിലേറെ മൂപ്പായതൊക്കെ ഇത് നമുക്ക് വീഡിയോസ് എടുക്കുന്നത് കാണിക്കാം. ഇതിൽ പൂക്കൊഴിച്ചിൽ അങ്ങനെ ഒന്നും വന്നിട്ടില്ലല്ലേ? ഒന്നും വന്നിട്ടില്ല. കാരണം അത്യാവശ്യം ഒരു സ്റ്റെമ്പ് നല്ല കായപ്പുണ്ട്. ഇതാണ് നമ്മൾ പിന്നെയും പറയുന്നത്. നമ്മൾ വ്യവസായാടിസ്ഥാനത്തിൽ ഏറ്റവും നല്ലത് ബ്ലാക്ക് ലീഫ് ആണ് നമ്മൾ പറയുന്നത്. അതായത് നിലത്ത് വെക്കാനൊക്കെ ഏറ്റവും നല്ലത് ബ്ലാക്ക് ലീഫ് എന്ന് പറയേണ്ടതാണ്. കാരണം ഇത് എത്ര വർഷമാണ് ഈ ഒരു പ്ലാന്റിന്റെ ഒരു കാലപ്പഴക്കം? 2 വർഷമാണുള്ള മണ്ണിൽ നമ്മൾ വെച്ചാണല്ലേ? നമ്മൾ എന്താ ഇതിന്റെ പ്രത്യേകത നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ 3 വർഷം കഴിയണം. അപ്പോഴത് നമ്മൾ കെതിന്ന് പുട്ടും വിടും. ഇപ്പോൾ തന്നെ ഇപ്പോൾ ഇങ്ങനെ ഇതാണ് അവസ്ഥ. 3 വർഷം കഴിഞ്ഞാൽ ഇനി അതിൻ്റെ നമുക്ക് പറയണ്ടല്ലോ. 2 വർഷം ആയപ്പോഴത്തേക്കും ഇതാണ് അവസ്ഥ. 2 വർഷം ആയതോടുകൂടി ഇനി അടുത്ത പ്ലാന്റ് ഇവിടെ ഇതാ. അടുത്ത പ്ലാന്റ് ഇവിടെ എന്താ ബ്ലാക്ക് ലീഫ്. ഇതിന്റെയും സെയിം പ്രായം തന്നെയാണോ? സെയിം കുറച്ച് ചെറിയ തൈ വലിയ തൈ അങ്ങനെ 2 തൈയാക്കി വെച്ചതാണ്. ബ്ലാക്ക് ലീഫിൻ്റെ കായ പിടിച്ചാൽ നമ്മൾ കണ്ടല്ലോ. ഇപ്പോൾ നമ്മളിത് ഇത്ര അതായത് എങ്ങനെ നോക്കിയാലും ഇപ്പോൾ ഇത് കണ്ടാൽ ഇതിപ്പോൾ ഇത് കായ കണ്ടാൽ നമ്മൾ വ്യവസായാടിസ്ഥാനത്തിൽ ഇതിൽ കിട്ടും നോക്കിയാൽ അറിയാലോ. 2 വർഷമല്ലേ ആവണുള്ളൂ. വേറെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ എന്താ വെച്ചാൽ എങ്ങനെ നോക്കിയാലും ഈ ലെവലിൽ ഇപ്പോൾ 2 വർഷമായപ്പോഴത്തേന് ഈ വളർച്ച ഉണ്ടില്ലേ, ചെടീൻ്റെ വളർച്ച തന്നെ കണ്ടില്ലേ. പിന്നെ നമുക്കിപ്പോൾ ഇതിൽ ഇപ്പോൾ ഓരോരുത്തർ നമുക്ക് പറയുന്നുണ്ട്. ചിലവർ പറയുന്നതെന്ന് വെച്ചാൽ കെമിക്കൽ അടിക്കുകയാണ്. കെമിക്കൽ ഇഞ്ചക്ഷൻ ചെയ്യാൻ പറയും. അതിനൊന്നും ആവശ്യമില്ല. നമുക്ക് കെമിക്കൽ പറഞ്ഞാൽ ഇതിപ്പോൾ എന്താ വെച്ചാൽ ക്ലോറൈറ്റ് സാധനം. ക്ലോറൈറ്റ് പറഞ്ഞാൽ സോപ്പ് നിർമ്മാണ കിറ്റിൽ വരുന്ന സാധനം ക്ലോറൈറ്റ്.
അതിന് ക്ലോറക്സ് അങ്ങനെ ഉപയോഗിക്കുക. അതിന് അല്ലെങ്കിൽ നമ്മൾ കറ കളയുന്ന സാധനം അത് ആ സാധനം വേണമെങ്കിൽ വെറുതെ നമുക്ക് ജസ്റ്റ് അതും കിട്ടാത്തവർക്ക് വേണമെങ്കിൽ എന്താ മതി, ഒരു സോപ്പും കഷ്ണം നിലത്തിട്ടാലും മതി, എന്നാലും കഴിച്ചു. വേറെ കൾട്ടാറോ അല്ലെങ്കിൽ വേറെ അങ്ങനത്തെ അന്തല്ലാത്ത സാധനം ഇതിനും ഒരിക്കലും ഇതിനടിക്കും വേണ്ട. ചിലരത് കെമിക്കൽ വെച്ചും കെമിക്കലല്ല, അതായത് ഈ ക്ലോറൈറ്റ് എന്ന സാധനം, ക്ലോറക്സ് എന്നൊക്കെ പറഞ്ഞ സാധനം ഇനി അതല്ലെങ്കിൽ സോപ്പ് നിർമ്മാണ കിറ്റിൽ വാങ്ങാൻ കിട്ടും. 5 ലിറ്ററിൻ്റെ കാര്യം ആകെ 70 ഉറുപ്പ്യ വരിക. അത് 1/2 ലിറ്റർ കണ്ട് വെള്ളത്തിൽ കലക്കി ഒഴിച്ചാൽ മതി. ചോട്ട് ഒഴിച്ചു കൊടുക്കുക, അല്ല സ്പ്രേ ചെയ്യുക, അങ്ങനെയൊന്നും വേണ്ട. അതാണ് അവസ്ഥ. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ നമുക്കിത് പിന്നെയും പറയാനുള്ളത് ബ്ലാക്ക് ലീഫ് തന്നെയാണ്. ഈ ന്യൂക്രിസ്റ്റൽ എന്ന് പറഞ്ഞ വെറൈറ്റി തന്നെ നമുക്ക് കായ പിടിപ്പിച്ചാണ്, അതായത് ഏറ്റവും നല്ലത് വ്യവസായാടിസ്ഥാനത്തിൽ നല്ലത്. ഈ ന്യൂക്രിസ്റ്റൽ എന്ന് പറഞ്ഞ സാധനം നമ്മൾ പറക്കിൽ നമ്മളത് മാത്രമേ കഴിച്ചിട്ടുള്ളൂ, വേറെ എവിടെ കഴിച്ചിട്ടുള്ളത്. ഇനി വേണ്ട 3 കൊല്ലം ഇപ്പം നമ്മൾക്ക് വാങ്ങിയ ടീമൊക്കെ ഇപ്പോൾ 2 കൊല്ലം 1 കൊല്ലം കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. 3 കൊല്ലം ഈ നമ്മൾക്ക് വാങ്ങിയ കസ്റ്റമേഴ്സ് 3 കൊല്ലം കാത്ത് കേട്ടായിരുന്നു. 3 കൊല്ലം ഇനി അതിൻ്റെ ഇടയിൽ 3 കൊല്ലം കാത്ത് നിന്നിട്ട് അടിക്കണേ, അതായത് നേരെ സാധാ സീസണിൽ കായ്ക്കായിട്ടും നല്ലത്. ഇനി അതല്ലെങ്കിൽ വെയിറ്റ് ചെയ്യാൻ കഴിയാത്തവർക്ക് എന്ത് ചെയ്യുക, 3 കൊല്ലം കാത്തിക്കണ്ട. നിങ്ങൾ പറഞ്ഞ ഈ ക്ലോറിന് നേരെ ലേസം 1/2 ലിറ്റർ ഈ സോപ്പ് നിർമ്മാണ കിറ്റ് സാധനം കിട്ടും. 5 ലിറ്ററിന് 70 ഉറുപ്പ്യ വരുള്ളൂ. അതൊരു 1/2 ലിറ്റർ മതി ഒരു മരത്തിന്. ഒരു 5-3 ലിറ്റർ വെള്ളത്തിൽ കലക്കി ചോട്ട് വെച്ച് കൊടുത്തോളി. അതിന് മുന്നേ കായ്ച്ച നിർബന്ധമുള്ളൂ. അതിന് നമുക്ക് ഈ സീസൺ നമുക്ക് നിർണ്ണയിക്കാം. സീസൺ നമുക്ക് നിർണ്ണയിക്കാന്നാൽ മഴൻ്റെ മുന്നേ ഒക്ടോബർ നവംബർ ആ ടൈം ആകുമ്പോഴത്തേന് ഒന്നും കായ്ച്ചാൽ എന്ത് ചെയ്യും, നമ്മൾ മഴൻ്റെ മുന്നേ നമുക്ക് കായ അർത്ഥം ഭയങ്കര മധുരവും നല്ല വലുപ്പം സാധനം കായ കിട്ടും ചെയ്യും. അതാണ് നമ്മുടെ ബ്ലാക്ക് ലീഫിൻ്റെ പ്രത്യേകത. ഒക്ടോബർ നവംബറിൽ എന്ത് ചെയ്യണം, നമ്മളിപ്പോൾ ഈ കുറച്ച് വലിയ മരമായിക്കോട്ടെ, അതിന് നമുക്ക് സീസണിൽ നമുക്ക് ആക്കി എടുക്കാൻ ഒക്ടോബർ നവംബറിൽ കുറച്ച് ഈ പറഞ്ഞ സോപ്പ് ആ സാധനം ഒഴിച്ചാൽ മതി, ക്ലോറിൻ ഒഴിച്ചാൽ മതി. ഒരു 1/2 ലിറ്റർ കണ്ട് മരത്തിന് ഇന്ന് എന്ത് ചെയ്യാം നമുക്ക്, അതായത് 3 മാസം കൂടി നമുക്ക് മഴൻ്റെ മുന്നായിട്ട് പഴം പൊട്ടിക്കാൻ കഴിയും. അപ്പോൾ എന്താ അതായത് മഴൻ്റെ മുന്നേ വരുമ്പോൾ പഴം തന്നെ നല്ല മധുരം കാര്യങ്ങളായിട്ട് വലുപ്പം ഉണ്ടാവും. സാധനം എന്ത് ചെയ്യും, നമുക്ക് മധുരം ഉണ്ടാവും, ഫ്രഷും കൂടുതലുണ്ട്. വൈറ്റ് അങ്ങനെ വൈറ്റൊക്കെ പറഞ്ഞാൽ മഴക്കാലത്ത് ആകുക. ഇപ്പം നമ്മളതൊക്കെ ഇപ്പോൾ നമ്മളെ മറ്റേ മാത്രപ്പാൻ്റെ ഒക്കെ നമുക്ക് കാണിക്കാം, വൈറ്റൊക്കെ മഴക്കാലത്താണ് ആകുക. അപ്പോൾ ആ ടൈമിൽ കുറേ മഴ കൊണ്ടുകാണ്ടും അതേമാതിരി ആ ടൈമിൽ പൂമ്പാറ്റ മറ്റു ജന്തുക്കളൊക്കെ വന്നു കാണും കുത്തിക്കാണ്ട് തേൻ കുടിച്ചത് നടക്കും. അതിൻ്റെ മധുരം ഉള്ളത് നമുക്ക് എന്തെങ്കിലും ഫ്ലഷ് ഒന്നും മധുരം തോന്നാതാവും. ഏറ്റവും നല്ല നമുക്ക് ഞാൻ പറയുന്നു ഇങ്ങനെ കുറച്ച് തോട്ടപ്പം നമ്മളിപ്പോൾ വെച്ചാൽ നമ്മൾ അട്ടപ്പാടി തോട്ടമൊക്കെ നമുക്ക് വേണമെങ്കിൽ വേറെ ദിവസം വേണമെങ്കിൽ പോയി കാട്ടാം. അട്ടപ്പാടി വെച്ചിട്ട് നമ്മൾ ഒരു കൊല്ലം കഴിഞ്ഞ് 2ാം കൊല്ലം കഴിഞ്ഞുള്ള തയ്യൊക്കെ നല്ല ഉഷാറായിരിക്കണം. ആൾ പറഞ്ഞിട്ട് നമുക്ക് കെമിക്കൽ ഇപ്പോൾ വേണ്ട, കെമിക്കൽ ഇല്ലാത്തന്നെ കഴിച്ചാലെന്ന് പറഞ്ഞിട്ട് നമുക്ക് അതിനനുസരിച്ച് നമുക്ക് പിന്നെ വേറെ ദിവസം വേണമെങ്കിൽ കാണിക്കാം, നമുക്കൊന്നായിട്ട് പോയി കണ്ട് കാണിക്കാമെന്നുള്ളൂ. അപ്പോൾ ഏറ്റവും നല്ല നമ്മൾ പറയേണ്ടതാണ് വൈറ്റ് ലോങ്ങൻ. ഈ മഴക്കാലത്ത് കായ് ഉണ്ടായി വരുന്ന ആളുടെ ടൈമും അതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്ത് പൊട്ടിച്ചൽ കഴിയും ശരിക്ക്. അതായത് ഫെദർ ലീഫിംഗ് ലോങ്ങൻ, ഇതിൻ്റെ പേര് അതാണ്, ഫെദർ ലീഫിംഗ് ലോങ്ങൻ. നമ്മളതിപ്പോൾ ഫസ്റ്റ് ഇറക്കിയത് നമ്മളിതോടെ ഇറക്കിയ ഇവിടെ എത്തിയിട്ട് ഇപ്പോൾ 10 മാസമായി. ഇപ്പോൾ ചില കടയൊക്കെ ഇപ്പോൾ എത്തിക്കണം, ചെറിയ പീസൊക്കെ നമ്മളൊക്കെ ഷോർട്ടാക്കി പോയിക്കാണ് സാധനം എത്തിക്കണ്. ഇപ്പോൾ അത് നോക്കണ്ട. അതെന്ന് വെച്ചാൽ ഇത് ശരിക്ക് തായ് വെറൈറ്റിയാണ്, ചൈനീസ് അല്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ നമുക്ക് എന്തെങ്കിലും ഒരു 1.5 വർഷം കഴിഞ്ഞിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യും, ഇതിൻ്റെ കായ പിടിച്ച് നമുക്ക് സീസൺ നമുക്ക് കാണിക്കാം. ഇപ്പോൾ ഇപ്പോൾ ആവണുള്ളൂ, അതാണ് റിസൾട്ടിലേക്ക് എത്തണുള്ളൂ. ഇതിപ്പോൾ എന്താ വെച്ചാൽ കുറച്ച് പറ്റ ചെറുത് അല്ലാതെ നമുക്ക് സൈസ് 2 റുപ്യ വില വരും. ഈ സൈസൊക്കെ വരുമ്പോൾ 2 റുപ്യ റേഞ്ച് വില വരും. അത്യാവശ്യക്കാർ വേണമെങ്കിൽ അത് എടുക്കാം, അതല്ലെങ്കിൽ കുറച്ച് സമയം കഴിയുമ്പോൾ നമ്മൾ ചെറിയ തൈമ ചെയ്തുകാണ്ട് വേണമെങ്കിൽ അപ്പോൾ അതിനനുസരിച്ച് ആവും. തായ് വെറൈറ്റിൻ്റെ അതായത് ചെറിയ പ്ലാന്റ് നമുക്ക് കൊടുക്കാനുള്ള പ്ലാന്റുകളാണത്. ഫെദർ ലോങ് കേട്ടോ ഇതിൻ്റെ പേര്. ഇതൊക്കെ കൊടുക്കാനുള്ള തന്നെയാണല്ലേ? ഇതൊക്കെ എങ്ങനെ റേറ്റ് വരുന്നത്? നമുക്കൊരു 2.5 ആ റേഞ്ചിൽ പുതിയ വെറൈറ്റീസ് ആയതുകൊണ്ട് നമുക്ക് ആ ഒരു റേറ്റ് വരും. നമ്മൾ ചെയ്യുമ്പോഴാണ് നമ്മൾ ചെയ്യുന്നതാണ് നിങ്ങൾ ഇതൊക്കെ നോക്കിയതാണ്ടോ നമ്മൾ ആരോഗ്യം നല്ല ടൈമിലാണ് ചെയ്യുക. കണ്ടില്ലേ? അതെന്താ വെച്ചാൽ കുറച്ച് ചെറിയ തൈ വന്നിട്ട് നമ്മൾ കവറ് മാറ്റി അത് ഗ്രാഫ്റ്റിങ് ചെയ്യണമെങ്കിൽ ചെറിയ കൽക്കത്തന്നെ ചെയ്ത് വന്നിക്കാണ്ട് അപ്പം തന്നെ വേണമെങ്കിൽ നമുക്കൊന്ന് കാണിക്കില്ല. ഇതാണ്ടോ ഇതിപ്പോൾ നമ്മൾ കൽക്കത്തന്ന് അത് 50,000 ലക്ഷം തൈ ഒന്നായിട്ട് വരുത്തുന്നതാണ്. കണ്ടില്ലേ? ഇതിങ്ങനെ വന്നിച്ചിട്ട് ഇത് ഇങ്ങനെ ആക്കി ഇങ്ങനെ തന്നെ ചെയ്താൽ നമുക്ക് ലോങ് 250-500 കൊടുക്കാം ചെറിയ തജ്ജുമ്പോൾ ചെയ്യും. പക്ഷേ എന്താ വെച്ചാൽ നമ്മൾ അതിൻ്റെ സെക്കൻഡ് സ്റ്റേജ് എന്ത് ചെയ്യും, ഒരു 8-10 കവർക്ക് ആദ്യം മാറ്റും. 8-10 അതും കഴിഞ്ഞ് പിന്നെ അതിൻ്റെ വലിയ കവർക്ക് ഇതാണ്ടോ ഇങ്ങനെ കവർ ഇങ്ങനെ മാറ്റി കൊണ്ടുവരിക. ഇപ്പോൾ ആ സാധനം ഇപ്പോൾ ഇതിക്ക് ആയിട്ട് കിട്ടണമെങ്കിൽ ഇപ്പോൾ ഇതിന് വലുപ്പം നോക്ക്. ഇതിനായി ഇപ്പോൾ നമ്മൾ ബെഡ് ചെയ്ത അതായത് ബെഡ് ചെയ്യാൻ പിടിച്ചാൽ ഇനി ഒന്നും കൂടി കവർ മാറ്റും. കാരണം അപ്പം എന്താ വെച്ചാൽ 5-6 മാസത്തെ ഈ തൈ ഇപ്പം നമുക്ക് 20-30 രൂപ കിട്ടുന്നുണ്ട് പറഞ്ഞിട്ട് കാര്യം. പക്ഷേ എന്ത് ചെയ്യണം, ഇതിൽ നിങ്ങൾ മാറി കിട്ടുമ്പോഴത്തേന് നമ്മളിത് 6 മാസം നോക്കുമ്പോൾ അതിലേറെ ചെലവ് വരും. അതായത് നമ്മളെ ക്ലൈമറ്റിലേക്ക് മാറ്റിയെടുക്കുകയാണ്. കൽക്കട്ടയിൽ വന്നത് നമ്മളെ ക്ലൈമറ്റിനോട് ചേർത്തിട്ട് നമ്മളെ മണ്ണിനോട് സെറ്റ് ആക്കിയിട്ട് എന്നിട്ടാണ് ബെഡ് ചെയ്യണത്. ബെഡ് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ കുറച്ച് വലുപ്പം വന്നെങ്കിൽ നമുക്ക് പിടിക്കാൻ പറ്റില്ല. അതല്ലാതെ ഇത് പിടിക്കണിന് കുഴപ്പമില്ല, പിടിക്കും. പക്ഷെ നമുക്ക് കൊണ്ടുപോകണോല് അടുത്ത കൊണ്ടുപോകണോല് ഓർക്ക് അത് ശരിക്കും നിലത്ത് പിടിച്ച് നിൽക്കണ്ട, എന്നാലേ ഓർക്ക് ആരോഗ്യത്തോടെ
ചെടികൾ വന്നെങ്കിൽ ഒന്നും വലുതായെങ്കിലല്ല പിന്നെ ഓല് വാങ്ങിയിട്ട് അടുത്ത അയൽവാസിയോട് പറയണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ നല്ല തയ്യം ചെയ്തുകൊണ്ട് കൊടുത്തെങ്കിലേ ആ അഭിപ്രായം വരുള്ളൂ. നമ്മളെ കച്ചവടമൊക്കെ ആയിട്ട് നമ്മളെ ചെറുപ്പത്തിൽ നമ്മളെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് തുടങ്ങി അന്ന് മുതൽ തന്നെ എന്ത് ഒരാൾ വാങ്ങിക്കൊണ്ട് അവത് കാഴ്ച അടുത്ത് കുഴപ്പമില്ല നല്ല ആൾ അങ്ങനെ പറഞ്ഞ് അങ്ങനെ മെച്ചപ്പെട്ടവണെങ്കിൽ അല്ല. നമ്മളിപ്പോൾ നൗഷാദ് പെട്ടെന്ന് പൊതിയാണ് ഈ സൈസ് ഇത്ര വലുപ്പത്തിൽ വന്നത് തന്നെ. കാരണം എന്താ വെച്ചാൽ നമ്മളെന്താണ് ആദ്യം ചെറുപ്പത്തിൽ നമ്മൾ എവിടെ സ്റ്റാർട്ടിങ് അതിന് നമ്മൾ തുടങ്ങുന്ന ഇതിൽ ആ കുറച്ച് സ്ഥലത്തല്ലേല്ലോ എന്ത് നമ്മൾ ആദ്യം കാര്യമായിട്ട് വിലയും കാര്യമൊക്കെ പറഞ്ഞ ആൾക്കാർക്ക് ഇന്ന സാധനം തന്നിക്കാണ്ട് പറിച്ചിൽ തുടങ്ങി ഏത്. അപ്പം നമ്മൾ വിലയും കുറക്കൽ തുടങ്ങി. അപ്പം എന്ത് ചെയ്തു, ആൾക്കാർക്ക് ചിലവ് അതായത് കായ്ക്കണ ഐറ്റം കായ്ക്കാത്ത ഐറ്റംസ് ആൾക്കാർക്ക് മനസ്സിലായി തുടങ്ങി. പഴത്തോടുള്ള തൈകൾ നമ്മൾ വില കുറച്ച് കൊടുക്കാൻ തുടങ്ങിയ ശേഷം നഴ്സറിക്കാർക്ക് എന്താ വെച്ചാൽ എല്ലാവർക്കും കുറച്ച് നമ്മൾ വന്നതിന് ശേഷം എല്ലാവരും എന്ത് ചെയ്തിട്ടുണ്ട്, എല്ലാവരും ധാരാളം കുറ്റം പറഞ്ഞത് എല്ലാ ആൾക്കാരും നമ്മൾ വന്നാലും എല്ലാവരും വില പറിച്ചിൽ തുടങ്ങിയത്. മറ്റേത് സാധാ ഒരു റേഞ്ച് അവന് തോന്നി ചിലപ്പോൾ 200 നിൽക്കുന്ന സാധനം ചിലപ്പോൾ വേറെ ആരും വന്നാൽ 500 നിൽക്കും 600 നിൽക്കും അങ്ങനത്തെ കഥയായിരുന്നു. നമ്മളാണ് ഇപ്പോൾ അതിൽ എന്തെങ്കിലും വില ഇത്ര എന്നുള്ള സ്റ്റാർട്ടിങ് പ്രൈസ് നമ്മളാണ് കൊടുക്കുന്നത്. അത് നമ്മൾ നൗഷാദിനെ കൊടുക്കുന്നത്, വേറെ ആരും അല്ല. അതിന് നമ്മൾ എവിടെ എല്ലാവരും എല്ലാ ഇനി വേണ്ട കമൻ്റ് അതിൽ വേറെ ആരും എന്തെങ്കിലും പറയട്ടെ നമ്മളെല്ലാം എന്നുള്ളത്. കാരണം അതെന്താ വെച്ചാൽ ഒരു ആൾക്കാർക്ക് ചെറിയ ലാഭത്തിൽ കച്ചവടം എന്ന് പറഞ്ഞാൽ ചെറിയ ലാഭത്തിൽ അങ്ങനെ പോവാം. അല്ല കൊള്ള ലാഭം നമ്മൾ ഒരിക്കലും ഉദ്ദേശിക്കണില്ല. 10 കവറിൽ നിന്ന് വെട്ടിയിട്ട് പിന്നെ നേരെ കണ്ടോ പിന്നെ ഇതിന് വരണതാ അതിനും വലിയ കവർക്കാണ് മാറ്റിയ പിന്നെ നമ്മൾ കണ്ടോ ഇങ്ങനെ വലിയ കവർക്കിന് ആക്കിക്കാണ്ട് നല്ല ഇതിനും ചെഞ്ഞിൽ ബെഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി ചെടിക്കേണ്ടില്ല. ചെടിൻ്റെ കേട് കഴിഞ്ഞ ആരോഗ്യം ഉണ്ടോ എങ്ങനെ പിടിച്ചാലും നമ്മളിങ്ങനെ തൂക്കി പിടിച്ചാലും ഒന്നും ആവില്ല. അപ്പോൾ അതിനനുസരിച്ചുള്ള മാറ്റം അതാണ്, പറ്റ ചെറുതല്ലാതെ. അതിൽ നമ്മളിത് മോർഗൈഡ് കേട്ടോ, മോർഗൈഡ് കറിയും രണ്ടും മോർഗൈഡ് എന്ന് പറയും, മോർഗാഡിങ് കറിയും. മഞ്ഞ റംബുട്ടാനിൽ നല്ല കായപിടുത്തം കണ്ടി, ഇത് പണ്ടില്ലേ എല്ലാ വലുപ്പവും നല്ല ഇതുകൊണ്ട് എല്ലാ ഭാഗത്തും നല്ല രീതിയിൽ റിസൾട്ട് കിട്ടിയിട്ടുണ്ടല്ലേ. ഇതിന്റെയൊക്കെ കാലപ്പഴക്കം എത്രയാണ് ഈ ഒരു പ്ലാന്റിന്റെ? ഇത് 3 വർഷം 3 വർഷം കൊണ്ടുള്ള റിസൾട്ട് ആണുള്ളത്. 3 വർഷം ആയിട്ടുള്ളൂ. പൊട്ടിച്ചു നോക്കാം. യെല്ലോ കളറിൽ അടിപൊളി കേട്ടോ. എന്താണ് മോർഗൈഡിനെ പ്രത്യേകത, കുരു ഉണ്ടാക്കാൻ പറ്റാണ്. കുരു പെട്ടെന്ന് സിമ്പിളായിട്ട് പോരും കണ്ടില്ല. NIT മുകളിൽ തന്നെ പക്ഷേ കാമ്പ് ഉണ്ടില്ലേ, നല്ല കാമ്പുണ്ടല്ലേ. NIT-നെ ഇപ്പോൾ നമ്മളെ മറ്റുമ്പോൾ ഒരു മറ്റുമ്പോൾ ചിലത് NIT വരും. പക്ഷേ ഏറ്റവും നാർത്താവുക ഈ സാധനമാണ്. അതുകൊണ്ട് തന്നെ നല്ല മധുരം ഉണ്ടാകും. കാരണം മഴ കൊള്ളേണ്ട പ്രശ്നം വരുന്നില്ല. ഇക്കുറിയത്തെ മഴ എന്താ വെച്ചാൽ കുറച്ച് നാർത്ത് എത്തിക്കുന്ന കാലാവസ്ഥ. എന്നാലും നമ്മൾ ടോപ്പ് സാധനം. ഇത് നമ്മളിപ്പോൾ ഇറക്കിയത് വേറെ മുകളിലാണ് 6 ലോങ്ങൻ തന്നെ വേറെ ഒരു വെറൈറ്റി. ലോങ്ങെല്ലാം പറഞ്ഞാൽ പല വെറൈറ്റി. നമ്മളിപ്പോൾ ഇതിന് മുന്നേ ചുലിയാനും മറ്റൊക്കെ നമ്മൾ കായുള്ള ഫ്രൂട്ടായി നമ്മൾ കാട്ടിയാണ്. ചുലിയാൻ പിന്നെ ഷോഗന് ഒക്കെ നമ്മൾ കാട്ടി തന്നെയാണ്. അതിനൊക്കെ ഇപ്പോൾ തന്നെ ഇപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രത്യേകത പറഞ്ഞാൽ കായ പിടിക്കുമ്പോൾ നമുക്ക് കണ്ട് നോക്കാം ബ്ലാക്കിൻ്റെ എത്ര ഉണ്ടോയെന്നുള്ളത്. പിന്നെ സീഡ്ലെസ് നമ്മൾ കായ പിടിച്ചതാണ്. നമ്മളുണ്ട് സീഡ്ലെസ് റിസൾട്ടിലേക്ക് എത്തണുള്ളൂ. സീഡ്ലെസ് ഇപ്പോൾ നമ്മൾ കായ ആയിട്ടുണ്ട്. നമ്മൾ ഇറക്കിയ സീഡ്ലെസ്സിൻ്റെ വലിയ പ്ലാന്റുകളും കൊടുക്കാണ്ട് കേട്ടോ. സീഡ്ലെസ്സിൽ വലുതുണ്ട്. അതേമാതിരി ബ്ലാക്ക് ലീഫിൽ നമുക്ക് വലുത് ഫ്ലവർ ചെയ്ത വലിയ പ്ലാന്റ് വേണ്ടവർക്ക് വലിയ പ്ലാന്റ് കൊടുക്കാറുണ്ട്. കാരണം വെച്ചാൽ വലിയ പ്ലാന്റ് ചോദിച്ച് വല്ലാതെ വെയിറ്റ് ചെയ്യും വേണ്ട. ഇതിപ്പോൾ നമ്മൾ ഒരു കൊല്ലം കഴിഞ്ഞ് 2 കൊല്ലം കഴിഞ്ഞാൽ പിന്നെ ഓല് നിലത്തേക്ക് വെച്ച് ഒരു കൊല്ലം കൊണ്ട് തോട്ടം സെറ്റ് ചെയ്യുന്നവർക്ക് ബെസ്റ്റ് വലുതും ചെറുതായിട്ടൊക്കെ അങ്ങനെ വെക്കാം. വലിയ പ്ലാന്റിൽ ബ്ലാക്ക് ലീഫ് അതായത് ന്യൂഗിസ് എന്ന് പറഞ്ഞ സാധനം നമ്മൾ പറക്കിയിൽ നമ്മളെത്തുള്ള വലിയ പ്ലാന്റിൽ ഈ സൈസാണ്. അപ്പോൾ വലിയ ഹെവി പ്ലാന്റ് വേണ്ടവർക്ക് ഹെവി ഉണ്ട്. പിന്നെ ഇതിൻ്റെ ചെറുത് വേണ്ടവർക്ക് നമുക്ക് 600 രൂപ മുതൽ നമുക്ക് സ്റ്റാർട്ടിങ് ഉണ്ട്. ചെറിയ തയ്യേക്കാരം 600 കുറച്ചുകൂടി 200 കൂട്ടിയാൽ കുറച്ച് നല്ല ആരോഗ്യമുള്ള നല്ല തൈമ എടുക്കാൻ മാത്രം. കുറച്ച് നല്ല തൈമ ചെയ്തിട്ടുണ്ട്. 200 രൂപേൻ്റെ മാറ്റേ വരുന്നുള്ളൂ. നല്ല ഫ്ലഷും കിട്ടും, നല്ല വലുപ്പം വരും. പിമ്പോങ് റെഡ്, പിമ്പോങ് പിങ്ക് വേറെ ഉണ്ട്, പിമ്പോങ് സാധ ഉണ്ട്. പിമ്പോങ് സാധയൊക്കെയാണ് കുറച്ച് കുറവാണ്. പിമ്പോങ് റെഡ് ഇത് കുറച്ച് വില ഉണ്ട്. ഇതിൽ കുരു വലുതാവില്ല, അല്ല കുരു വലുപ്പമില്ല, ചെറുതാണ്. നല്ല ഫ്ലഷ്, കൂടുതൽ ഫ്ലഷ്, ഏറ്റവും ഫ്ലഷ് ഇതിമലാണ്. പക്ഷെ എന്ത് കായപ്പുറത്ത് ഇങ്ങനെ ഈ ലെവലിൽ ഉണ്ടാവുള്ളൂ. അത് നമ്മളെ പറഞ്ഞ ബ്ലാക്ക് ലീഫിനൊന്നും അത്ര അങ്ങനെ ഇല്ല. പക്ഷെ എന്നാലും ഫ്ലഷ് കൂടുതൽ. പക്ഷെ കാണാൻ ഒരു ഭംഗിയാണല്ലോ, ഭംഗിക്ക് കൂടി നമുക്ക് വെക്കാൻ പറ്റില്ല. റെഡായി വരും, നല്ല റെഡായിട്ട്. ഇത് ചുലിയാന്റെ കായ പിടിച്ചിട്ട് ചുലിയാൻ ഇതൊക്കെ ഈ കായ പിടിച്ചതിനെ നമുക്ക് എത്രയ്ക്ക് കൊടുക്കാൻ പറ്റുക? ഒരു 8 രൂപ കൊടുക്കാം. കായ പിടിച്ച് ഇത്ര റിസൾട്ട് ഉള്ളതല്ലേ. ഇത്ര വലുത് ഇങ്ങനെ വണ്ണം വരുമ്പോ അങ്ങനെ. ഞാൻ ഇത് ചെറുത് വേണ്ടതൊക്കെ അപ്പോൾ ചുലിയാനാൻ പറയുന്നത്. ചുലിയാൻ നമ്മളൊക്കെ ഇപ്പോൾ 1000 മുതൽ 800 മുതലൊക്കെ തൈകളുണ്ടല്ലോ. വേണ്ടവർക്ക് അനുസരിച്ച് അതുകൊണ്ട്. ഇത് നമ്മൾ പുതിയ ഷോപ്പിക്ക് നമുക്കുള്ള ഷോപ്പിക്ക് അങ്ങോട്ട് എടുക്കാനുള്ളതാണ്. ഇന്ത്യ മുസ്ലിം കായ പിടിച്ചത് എന്തില്ലേ കൊടുക്കാനുള്ള തന്നെയാണ്. ഇത് നമുക്ക് വില നമുക്ക് വേണേൽ ഉദ്ഘാടനത്തിന് അന്നേ വേണ്ടവർക്കൊന്ന് വില കുറച്ച് കാണ്ടാണ് കൊടുക്കാൻ സാധനം. ഒരു അടിപൊളി റേറ്റിൽ തന്നെ കായ പിടിച്ചില്ല, ഒക്കെ കായ ഫുള്ള് കായ അടിപൊളി റേറ്റ് കൊടുക്കുക സാധനം കൊടുക്കുക. നല്ല ഡ്രമ്മിലാക്കി വെച്ചാണ്. വേണ്ടവർക്ക് അങ്ങനെ ഡ്രമ്മിൽ തന്നെ വെച്ചാൽ മതി. അതാണ് നമ്മുടെ ബ്ലാക്ക് ലീഫ് മൂപ്പാവണുള്ള പൊട്ടിച്ചാൻ ആയിട്ടില്ല എങ്കിലും ഇതൊക്കെ അത് ഇതാണ് ഇപ്പൊ മുത്ത് ഇവിടെ കണ്ടില്ല. ഇപ്പൊ കാഴ്ച മൂപ്പായത്
അതായത് മുന്തിരിക്കോല മാതിരിയല്ല കഴിച്ചിരുന്നത്. ഇങ്ങനത്തെ ഇത്ര എളുപ്പത്തിൻ്റെ മുന്തിരി കമ്പോഡിയ മുന്തിരി കൂടി ഇത്ര ഇങ്ങനെ ഇതിലുണ്ടായിട്ടുണ്ടാവില്ല. ആ കാലത്ത് നമുക്ക് അവിടെ ഒക്കെ ഒന്ന് കാണിക്കാം. അതിലേ ഇതിപ്പോൾ അതായത് ശരിക്കും പൊട്ടിക്കാൻ ആയിട്ടില്ല കേട്ടോ. നമുക്ക് ധൃതി കയറിയിട്ട് നമ്മൾ ഒന്ന് വെറുതെ പൊട്ടിച്ച് കാണിച്ചാണ്. കാരണം ഇതിൻ്റെ ടൈം ആകാണ്ട്. അല്പം ആവണുള്ളൂ കേട്ടോ, സംഗതി ആവണുള്ളൂ. ഇത്രയും ഫ്ലഷ് അതുണ്ടോ ഈ കിണറ്റ് എത്ര സീഡ് ഉണ്ടോ അവിടെ ഫ്ലഷ് കണ്ടില്ലേ, നല്ല ഫ്ലഷാണ് എന്താ. ചെറിയ വൈറ്റിന് അതേമാതിരി ചെറിയ കുരുപ്പം ഈ കാണ്ട് കിട്ടും. ഇനി ബാക്കിയുള്ളതൊക്കെ എങ്ങനെയാണ് അറിയില്ല. എന്താ സാധനം മൂപ്പാവണുള്ളേനും. ഓ ഭയങ്കര മധുരം, നല്ല മധുരം, നല്ല മധുരം. ആരും തള്ളില്ല. നമുക്ക് ഏതായാലും ഒരു നോക്കാം. നമുക്ക് ഉദ്ഘാടനത്തിന് നമ്മൾ ചട്ടി ആ സോപ്പ് ഉദ്ഘാടനത്തിന് ആവില്ല സാമ്പിൾ കൊടുക്കാൻ. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ ദിവസം നമ്മളെ സബ്സ്ക്രൈബേഴ്സിന്, അതായത് ലിയാഗാർഡൻ ഫാമിലി സബ്സ്ക്രൈബേഴ്സിനെയും പിന്നെ നമ്മളെ ആത്തിക്കേൻ്റെ സബ്സ്ക്രൈബേഴ്സിന് എല്ലാവരും കൂടി ഒരു ദിവസം നമുക്ക് ഇത് സാമ്പിൾ കൊടുക്കാനായിട്ട് ഒരു ദിവസം നമുക്ക് എന്ത് ചെയ്യാം, തിന്നാനായിട്ട് നമുക്ക് ഒരു ദിവസം 1-2 ദിവസം വരെയെങ്കിൽ ഒരാഴ്ചയിലും വെച്ചുകൊണ്ട് ഒരു ഓഫർ ഇട്ടാണ് നമുക്ക് ഇത് റിവ്യൂ പറയിപ്പിക്കാനായിട്ട്. കാരണം സാധാ പീഡിത ലോങ്ങൻ അല്ലെങ്കിൽ വൈറ്റ് ലോങ്ങൻ അന്നൊക്കെ ആകുമ്പോഴത്തിന് നമുക്ക് രണ്ടും കൂടി ഒരു ദിവസം നമുക്ക് റിവ്യൂ പറയിപ്പിച്ചായിട്ട് മാത്രമാണ് അതിനായിട്ട് ഒരു ദിവസം വെക്കുക. കാരണം നല്ല മധുരമുണ്ട്, തള്ളില്ല. അപ്പോൾ തള്ളു പറഞ്ഞാൽ നമുക്ക് അറിയണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ സൈസ് കായ്ച്ചുമ്പോൾ പിന്നെ നമ്മൾ വേറെ ഡബിൾ ലോങ്ങൻ മെറ്റാനാണ് ഇതിന്മേൽ മൂട്ടുകൂടി ആരും പോവോ? ആരും പോവില്ല. കാരണം ഈ സൈസ് കായൽ ഇതൊക്കെ കായല്ല കണ്ടു ചെയ്ത് നോക്കാം. കമ്പോഡിയ മുന്തിരിയും കൂടി ഇങ്ങനെ കായ്ച്ചു. ഇങ്ങോട്ട് വാ നോക്കാം. കമ്പോഡിയ മുന്തിരി കൂടി ഈ സൈസ് ഈ കൊലയിൽ കായ്ച്ചു ഇങ്ങനെ ഉണ്ടായിക്കണം. ഇതിപ്പോൾ നമ്മൾ അത് അത്ര ഉറപ്പ് പറയേണ്ടതാണ്. കാരണം ഇങ്ങനെ ഇതുണ്ടോ, ഇതൊക്കെ ഇതിൻ്റെ അടിയത്തൊക്കെ കണ്ടു വെച്ച് ഇങ്ങനെ കാഴ്ചതുണ്ടോ, ഇങ്ങനെ കാഴ്ച കണ്ടോണ്ട് പിന്നെ എന്താണ് പറയണ്ടേ, പറയാൻ കാരണം എന്താ? അപ്പോൾ ഇതാണ് ഏറ്റവും നല്ല ബ്ലാക്ക് ലീഫ് നല്ലതെന്ന് നമ്മൾ പറയണ്ടേ. ഇനിയിപ്പോൾ കെമിക്കലൊന്നല്ല. ഇനിയിപ്പോൾ അഥവാ ഞാൻ ധൃതി വേണ്ടവർക്ക് ഇപ്പം ഇത്രയൊക്കെ വലുപ്പമായി നമ്മളിന്ന് ആയത് ഇപ്പോൾ നമ്മൾ അട്ടപ്പാടി കൊണ്ടുപോയത്, നമ്മളന്ന് 100 കൊണ്ടുപോയത് അട്ടപ്പാടിയെ സെറ്റാക്കിയിട്ടുണ്ട്. അങ്ങനെ ധൃതി വേണ്ടവർക്ക് എന്ത് ചെയ്യാം, ഞാൻ പറഞ്ഞ ക്ലോറിൻ അല്ലെങ്കിൽ ഒരു സോപ്പും കഷ്ണമോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ആ സോപ്പ് നിർമ്മാണ കിറ്റിൽ നിന്ന് വാങ്ങി അതിനൊരു 5 ലിറ്ററിൻ്റെ സാധനം വാങ്ങിക്കാണ്ട് ചോട്ടക്ക് എന്ത് ചെയ്താൽ മതി, 1/2 ലിറ്റർ ഒരു 3 ലിറ്റർ വളർത്തി കലക്കിയിട്ടാണ് ഒഴിച്ചാൽ കൊടുത്താൽ മതി. അല്ല ഇഞ്ചക്ഷൻ ചെയ്യേ കുത്തിയൊക്കെ മരുന്നൊക്കെ ഒന്നുമല്ല. അല്ല കൾട്ടാർ ഒരിക്കലും ഇനിയിപ്പോൾ നമ്മൾ ഈ ലോങ്ങിന് കൊടുക്കലില്ല, കൊടുക്കാൻ പാടില്ല. മാവിൽ തന്നെ കൊടുക്കരുതാണ്. കാരണം എന്താ വെച്ചാൽ അത് നല്ലതല്ല. ക്രീപ്പർ ലോങ്ങൻ നമ്മൾ ആദ്യം പറഞ്ഞതെന്ന് വെച്ചാൽ കുറച്ചുകൂടിയും ഓൾ സീസൺ മോളിലാണ് ക്രീപ്പർ ലോങ് എന്ന് കിട്ടുന്നുണ്ട്. കണ്ടില്ലേ, ഇതൊക്കെ കണ്ടില്ലേ ക്രീപ്പർ ഫുള്ള് ഓൾ സീസൺ മോളിലാണ്. ഇങ്ങനെ ചെറുകിട്ട് ഇങ്ങനെ കാണിച്ചപ്പെടാ. ഇതുകൊണ്ട് ക്രീപ്പർ തന്നെ. ഇപ്പോൾ ഈ ഭാഗത്ത് വലിയ വലുപ്പം, ഇനി അപ്പുറത്ത് വലിയ കായ്, ഇപ്പുറത്ത് ചെറിയ ഇതുണ്ടോ ക്രീപ്പർ തന്നെ. ഇപ്പോൾ ഇതിങ്ങനെ വരുന്നത് ഫ്ലവർ, ഇതല്ല ഫ്ലവർ, ഇതൊക്കെ ക്രീപ്പർ കണ്ടില്ലേ, വലുതും ചെറുതായിട്ട് നല്ല ഫ്ലവർ ഫുള്ള്. തേനീച്ചാൾ ഇങ്ങനെ തേൻ കുടിച്ചാണ്ടില്ലേ, ഇവിടെ കണ്ടില്ലേ തേനീച്ചാൾ. അപ്പോൾ ഇതാണ് ക്രീപ്പർ. പിന്നെ നമ്മളെ വൈറ്റിങ് കാണിക്കാം. നമ്മളെ വൈറ്റ് സൈഡിൽ കാണിച്ചാൽ വലിയ കായുടെ കാട്ടി നമ്മൾ ഇതാ വലിയ കായ് കണ്ടില്ലേ വൈറ്റ്. ഇതെവിടെ ഇങ്ങനെ വരുന്നത് വലുത്, ചെറിയ കായായിട്ട് ഇങ്ങനെ. അപ്പോൾ ഫ്ലവർ ഇപ്പോൾ ഈ വൈറ്റ് ഉണ്ട്, ഇതാ ഇപ്പോൾ വൈറ്റിൽ ഇങ്ങനത്തെ ഒരു കൊല ഇതിൽ പത്ര കായ ഇപ്പോൾ പിടിച്ചിട്ടുണ്ട്. ഇതേമാതിരിയാണ് നമ്മുടെ ഒരൊറ്റ ഒന്ന് ഇതിൽ ഇങ്ങനെ ഉണ്ടാവില്ല. ബ്ലാക്ക് ലീഫിൽ നമുക്ക് നോക്കിയാൽ അറിയാം. ഇതിപ്പോൾ നോക്കിയാൽ മതി, ഇങ്ങനെ തന്നെ കാണുന്നുണ്ടോ കായ്പുട്ടം കണ്ടില്ലേ, അല്ലേ കായ്പുട്ടം. ആ നോക്കാം, മുന്തിരിക്കോലേറെ പുട്ടം വിടൂലേ സംഭവം നോക്കാം. പിന്നെ അപ്പോൾ ഏറ്റവും നല്ല എന്താ അറിയോ, ഒരു 4 മരം ഇപ്പോൾ സൗകര്യമുള്ള തോട്ടം സെറ്റാക്കാൻ ഇനി ഒന്നിൻ്റെ ആവശ്യമുള്ളുന്നുണ്ടെങ്കിൽ എങ്ങനെ അങ്ങനത്തെ നമ്മൾ സാധനം ഇപ്പോൾ അതായത് ഇപ്പോൾ ഒരു ഏരിയയിൽ ഇപ്പോൾ ഫുള്ള് ഒരേ ഏരിയയിൽ നമ്മളിപ്പോൾ ലോങ്ങൻ തന്നെ വെക്കുകയാണെങ്കിൽ ഇപ്പോൾ 4 മരം വെക്കുക കൂട്ടിക്കോളി തോട്ടം സെറ്റാക്കണമല്ലേ. ആ 4 മരം വെക്കുമ്പോൾ എന്ത് ചെയ്താൽ മതി, ഇതിപ്പോൾ ഈ മാസം കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ക്ലോറിന് കൊടുത്താൽ മതി. അടുത്ത് അതിനെ പിന്നെ ഇങ്ങനെ ആക്കിക്കൊണ്ട് പക്ഷേ ഒക്കെ നല്ലത് ഈ ഞാൻ പറഞ്ഞ ഒക്ടോബർ നവംബറിൽ ചെയ്യുക നല്ലത്. പിന്നെ അത് എങ്ങനെ ഇപ്പം 3 കൊല്ലം കഴിഞ്ഞ് കാഴ്ചയിൽ മാത്രം ചെയ്താൽ മതി, എല്ലാവരും ചെയ്യേണ്ട ആവശ്യമില്ല. അത് എല്ലാത്തന്നെ സാധനം പുട്ടം കാഴ്ച 3 വർഷമാണ്. ഇതാണ് ഇപ്പോൾ നമ്മൾ കണ്ട കിങ്, ആ ഹൈബ്രിഡ് നമുക്ക് മലേഷ്യൻ, അതായത് ഹൈബ്രിഡ് മെക്സിക്കൻ കിങ് എന്നൊക്കെ പറഞ്ഞ സാധനം. ഇത് കണ്ടില്ല കായുണ്ടില്ല, അതായത് ഫുള്ള് ഇപ്പോൾ ഒറ്റൊരു നോക്കാം. ഇപ്പോൾ എല്ലാത്തിനും ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഡ്രാഗണൊക്കെ ഫംഗസേക്കാരം. നമ്മളിതിൽ ഇപ്പോൾ ഇവിടെ ഫംഗസ് കാണൂല, എല്ലാത്തിലും ഫംഗസാണ്. ഡ്രാഗനൊക്കെ ഇപ്പോൾ അധികം ആൾക്കാർ നിർത്തിയേ പറ. അപ്പോൾ എന്ത് ചെയ്യുക, ഒരു 1, 2, 3 വെറൈറ്റി ഒക്കെ വേണമെങ്കിൽ ഡ്രാഗൺ വെച്ചിട്ട് സ്റ്റോപ്പ് ആക്കുക. എല്ലാ വെറൈറ്റികളും വെക്കുമ്പോൾ പ്രശ്നം വരും, ഡ്രാഗൺ അങ്ങനെ പ്രശ്നം വരും. ഇപ്പോൾ കായ ആയതുണ്ട്. ഇത് നമ്മൾ ഇവിടെ ഇസ്രായേലിലാണ്, അത് നമ്മളെ ഹൈബ്രിഡാണ് കിങ് എന്ന സാധനം.
നമ്മുടെ ഡ്രാഗൺ ഇവിടെ ഒക്കെ പൊട്ടിച്ചതാണ്, അണ്ണൊക്കെ പൊട്ടിച്ചതാണ്. അപ്പോൾ അതിൽ നമ്മളിതാണ് നമ്മുടെ ഡ്രാഗൻ്റെ ഉണ്ട് ഫംഗസ്, അതായത് നമ്മളെ മലേഷ്യൻ കിങ്, മലേഷ്യൻ ഹൈബ്രിഡൊക്കെ പറഞ്ഞൊക്കെ ഒട്ടിയ സാധനം. ഇതാണ് ഇഷ്ടം പോലെ എന്നോ നമ്മൾ ഇറക്കി തുടങ്ങിയാണ് വീഡിയോ. പിന്നെ ഞാൻ എന്താ വെച്ചാൽ വീഡിയോ വരണമെങ്കിൽ അപ്പോൾ തന്നെ ഇതൊക്കെ എന്നോ നമ്മൾ ഇറക്കി തിന്നൽ തുടങ്ങിയാണ്. കണ്ടില്ലേ, അതിൻ്റെ അത് റെഡും ഉണ്ട്, അതിൻ്റെ വൈറ്റ്, അതായത് ഇതാ വൈറ്റ്. നമ്മളെ മഞ്ഞ ഇത് ചുവപ്പിലേറെ മധുരം തോന്നുന്നുണ്ട്. ചുവപ്പ് ഒന്നും കഴിച്ചു നോക്കാം നമുക്ക്. ചുവപ്പിലേറെ എല്ലാം നല്ല മധുരം ഉണ്ട് കേട്ടോ. സീറ്റ് വൈറ്റ് നല്ല വൈറ്റ് അടിപൊളിയാണ്. നമ്മുടെ മഴ പെയ്തെങ്കിലും അതൊന്നും തീരെ എഫക്ട് ചെയ്തിട്ടില്ലല്ലേ? അതിനാവണുള്ളൂ, മഴക്കാലം തുടങ്ങി വരുന്നല്ലേ ഉള്ളൂ അല്ലേ? പക്ഷെ ഞാൻ പറയാം എല്ലാ ഓർഡറിലൊക്കെ പാടെ വെക്കാതെ ഞാൻ പറഞ്ഞു ഒന്നെങ്കിൽ വെക്കേണ്ടവർക്ക് ഈ മലേഷ്യൻ ഹൈബ്രിഡ് കിങ് ഒരു വെറൈറ്റി വെക്കുക, ഒരു വൈറ്റും വെക്കുക, ഒരു ആണെങ്കിൽ ഇസ്രായേലുള്ളത് ഈ 3 വെറൈറ്റി വെച്ചാൽ മതി. ഉള്ള വെറൈറ്റി ഒക്കെ പാടെ വെച്ചാലൊക്കെ പൂട്ടി കിടക്കുക, ഒക്കെ കേടുന്ന് കിടക്കുക. ഫംഗസ് ഒന്നും കണ്ട് ഒക്കെ ഒഴിവായില്ലേ? അപ്പം നമ്മളൊക്കെ തന്നെ ഉള്ളൂ ഈ സൈസൊക്കെ ഉള്ളത്, വേറെ അടുത്തിപ്പോൾ ഇല്ല. ഇതിന്റെ കട്ടിങ്സ് ഇപ്പോൾ നമ്മളെടുത്ത് കൊടുക്കാറുണ്ട്. ഉണ്ട്. സാധാരണ ഒരു കട്ടിങ് 100 റുപ്യ, മഞ്ഞയും ഇതാണെങ്കിൽ 200 റുപ്യ. നമുക്ക് റെഡും കൂടി ഒന്ന് കട്ട് ചെയ്ത് നോക്കിയാലോ? എന്താ ഇതിനെ കളർ? ഇതാണ് നമ്മളെ കിങ്. ഇത് ചെറിയ പായട്ടത്, വലിയ പായ ഉണ്ടായിട്ടുണ്ട്. ഇത് ലാസ്റ്റ് ഇങ്ങനെ നമ്മൾ അർത്തിയിൽ ഇങ്ങനെ ബാലൻസ് വന്നപ്പോൾ ചെറുതാണ്. ശരിക്കും നമ്മുടെ ഷോപ്പിൽ വരുന്ന ഈ ഡ്രാഗൺ ഫ്രൂട്ട് ഇത്രയും മധുരം ഉണ്ടാവാറില്ലല്ലോ, അതെന്താ സംഭവം? ഇത് വേറെ ഒന്നാമത് അവർ മൂപ്പ് ഒന്ന് ശരിക്കും കളറാണതിന് മുന്നേ 29-28 കാത്തിക്കാതെ പൊട്ടിക്കുകയാണ്. കാരണം ഇത് യാത്ര ചെയ്ത് പോരുമാണ്, പുറത്തുനിന്ന് വരുന്നതല്ലേ. പിന്നെ അപ്പം നമ്മൾ ബേറാപ്പിൾ തിന്നാലും അങ്ങനെ തന്നെ. നമ്മൾ പീടിന്ന് വാങ്ങുന്ന ബേറാപ്പിൾ മധുരം തോന്നുന്നു. നമ്മളുടെ ഒന്ന് ചെറുത് 100 റുപ്യ തയ്യച്ചുകാണ്ട് കഴിച്ചോട്ടെ, നല്ല മധുരമല്ലേ? കാരണം സാറാ, കാരണം ഇത് മധുരമുണ്ട് വൈറ്റ്. ഇപ്പം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ തിന്നാൻ ആദ്യം ഇതൊന്നും തോന്നുന്നറിയില്ല. ഇപ്പോൾ റെഡിലേറെ കുറച്ച് മധുരം നമ്മൾ വൈറ്റ് അതുകൊണ്ട്. നമ്മളെ ഇന്ത്യൻ മുസംബി ഇപ്പോൾ ഇവിടെ വന്നിട്ട് പിന്നെ ഫുള്ള് കായ പിടിച്ചാണ് ഇപ്പോൾ. അതിൽപ്പെട്ട പ്ലാന്റ് തന്നെയാണ് ഇപ്പോൾ നമ്മളവിടെ കാട്ടിയ അതേ പ്ലാന്റ്. എന്താ കുറച്ച് കായ ഉണ്ടല്ലേ ഇവിടെയൊക്കെ, കുറച്ച് കായ ഇതിൽ ഇപ്പോൾ 2-3 അറുത്തതാട്ടോ. മുറിക്കാനൊക്കെ കഴിക്കണം. പക്ഷെ നമ്മൾ കുറച്ചും കൂടി നമുക്ക് ഉദ്ഘാടനത്തിന് അതിനൊക്കെ വേണമെങ്കിൽ മുറിച്ച് കൊടുക്കാനുള്ളതൊക്കെ സാമ്പിൾ നോക്കുന്നതൊക്കെ കണ്ടാ ഒക്കെ കായ തന്നെ വലുപ്പമായി വരുന്നുള്ളൂ. ചെറിയ ചെറിയ കായും വലിയ കായായിട്ട് കായായി വരുന്നുള്ളൂ. പക്ഷെ എങ്കിലും നല്ല നീരും മധുരം ഇപ്പം തന്നെ ഉണ്ടിട്ടത്. അതായത് ചെറുതണ്ടില്ലേ, ചെറിയ കായ അവിടെ അപ്പുറത്തത് വലിയ അവിടെ കറുത്താണ് ഇപ്പോൾ നമ്മൾ കണ്ടാ. ഇതിൻ്റെ വലിയ 1-2 പ്ലാന്റ് ഉണ്ട് കൊടുക്കാൻ. ചെറുത് വേണ്ടെങ്കിൽ 100 രൂപ മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട്. ഇഞ്ചി ഇതിപ്പോൾ നമ്മൾ പുതിയത് ഇപ്പോൾ നമ്മൾ മുള വെട്ടാൻ വേണ്ടി, മുള വരാൻ വേണ്ടി നമ്മൾ ഇതാക്കിയിട്ടുണ്ട്. അങ്ങനെ മുള വന്ന് നല്ല വരതാ ഫുള്ള് വേരും ഇതൊക്കെ വന്ന്. അപ്പോൾ ഇങ്ങനെ മുള വന്ന സ്ഥിതിക്ക് ഇപ്പോൾ 200 കിലോ, 1/2 കിലോ 100 കിലോ 200 ആക്കിയല്ലേ? 200 ആ. കാരണം വെച്ചാൽ ഇത് നമ്മൾ മുള വരാൻ നമ്മൾ സൂഡോമോണസ് ലായനിഞ്ഞൊന്നും ചെയ്യണ്ട. അതിൽ നമ്മൾ സൂഡോമോണസും അതിൽ മുക്കി തെളിച്ച് മുള വരാൻ വേണ്ടി നമ്മളങ്ങനെ കൂട്ടിയിട്ടതാണ്. ഇനി അതിനായിട്ട് ഒരു 100-300 കിലോനെ കൂടി ആകെ കൊടുക്കണം. നമുക്ക് സ്റ്റോക്ക് അതോട് കഴിഞ്ഞു. നമ്മൾ പുതിയ നടാനുള്ളത് മാറ്റി വെച്ചിട്ട് ആകെ ഒരു 300 കിലോ ഉണ്ടാവുള്ളൂ. ബാക്കിയൊക്കെ കഴിഞ്ഞിട്ടാണ്. നമ്മൾ കോശ്ശേരി മാങ്ങള്ള കോശ്ശേരി 800 റുപ്യ. മാങ്ങയോട് കൂടെ അല്ലേ? മാങ്ങയോട് കൂടി 800 രൂപേൻ്റെ പ്ലാന്റാണ് ഈ കാണുന്നത്. അല്ല ബുഷായ വിയറ്റ്നാം ഇതാ, അല്ല ബുഷായത് അല്ല കടവണ്ണൊക്കെ ഉള്ളത്. ഈ ചക്കള്ള വേണമെങ്കിൽ അവിടെ ഉണ്ട്, നമുക്കൊന്ന് കാണാം. ചക്കള്ള അല്ല ബുഷായത്. അപ്പോൾ നമ്മളെ റേറ്റ് നമ്മൾ സാധാരണ നമ്മൾ കൊടുക്കാൻ വേണ്ടി ഇപ്പോൾ ഈ ഓഫറിൽ 800 കൊടുക്കുകയാണ്. 800. അതേമാതിരി വലിയ കാലാപ്പാടി ഇതാ, ഇല്ല വലിയ കാലാപ്പാടി ഇതാ കടവണ്ണുള്ള കാലാപ്പാടി. അതിൽ ഇതിനെ വലുത് വേണ്ട 1000 ഉണ്ട്. ഇത് 800. നല്ല ബുഷ ബാനാന സപ്പോട്ടാ കായ പിടിച്ചത് നല്ല നീളം ഇത് കണ്ടിരിക്കുക. കായൊക്കെ ഇവിടെ കണ്ടില്ലേ? അതാ നല്ല നീളത്തിൽ നല്ല 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 കായ വരുന്നതാ കണ്ടില്ലേ? നല്ല നീളത്തിൽ നല്ല സേഫിലേക്ക് ഇത് വരുന്നത് അതൊക്കെ കായ ഉണ്ടില്ലേ? നല്ല നീളത്തേക്ക് വരുന്നു. ഇതല്ല ബുഷ പ്ലാന്റ് കേട്ടോ. ഇത് 500 റുപ്യ ഉണ്ട്. നമുക്ക് കുറേ തോട്ടിമതി നീളമുള്ള സാധനം മണിയുണ്ട്, അതും മണി കാട്ടാം. 800 അത് മണി ഇപ്പോൾ ഒരു ഓഫർ ഉണ്ട് 500. ആ സാധനം അവിടെ ഒന്ന് കാട്ടാം. കാരണം നമുക്ക് സപ്പോർട്ട് പൊതുവേ എന്താ വെച്ചാൽ ആവലിൻ്റെ അടിയിൽ നിന്ന് കിട്ടൂല. പിന്നെ തോട്ടിയിട്ട് പോയിട്ട് കാര്യമില്ല. അപ്പോൾ അടിയിൽ നിന്ന് നല്ല ബുഷായത് സാധനം നല്ല സ്റ്റോക്ക് നല്ല സാധനം എടുത്തിട്ടുണ്ട് 500 റുപ്യ. തോട്ടിയത് എന്താ വെച്ചാൽ തോട്ടിയിട്ട് ഇറക്കും വേണ്ടേരും, പിന്നെ ആവലിൻ്റെ ശല്യം ഉണ്ടാവും ചെയ്യും. അപ്പോൾ ഏറ്റവും നല്ലത് ബുഷായ സാധനം 500. ഇത് തോട്ടിയത് വേണ്ടി നല്ല കാട്ടാം. സാധനം ഒറ്റപ്പാലും വേണ്ടി കാട്ടാം.